ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 43-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, സ്വർണ്ണനിറമായിരിക്കുന്ന മാനിനെ കണ്ടുകൊണ്ട് ജനകപുത്രിയായിരിക്കുന്ന സീത അത്യന്തം ആശ്ചര്യപ്പെടുകയുണ്ടായി എന്ന്. പൂ പറിക്കുന്ന സമയത്ത് പാർശ്വങ്ങളിൽ പൊൻനിറവും വെള്ളിനിറവുമാർന്ന് മിന്നുന്ന മാനിനെ കണ്ട് തനിപ്പൊന്നിൻ നിറമാർന്നവളും അനവദ്യാംഗിയും ശുശ്രോണിയുമായിരിക്കുന്ന സീത സന്തോഷത്തോടു കൂടിയിട്ട് ഭർത്താവിനെയും സായുധനായിരിക്കുന്ന സൗമിത്രിയെയും വിളിച്ചു. മൃഗം സാധു വീക്ഷതേ ആഗച്ഛ ശീഘ്രം വൈ ആര്യപുത്ര സഹാനുജ. അല്ലയോ ആര്യപുത്ര, അനുജനോടൊത്ത് വേഗം വരൂ പറയുകയാണ്. രാമനെ വിളിച്ചിട്ട് സഹോദരനോടൊപ്പം വേഗം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാനിനെ നല്ലതുപോലെ നോക്കിക്കൊണ്ടങ്ങനെ നിന്നു. വൈദേഹി സീത വിളിക്കുന്നത് കേട്ട് ആ ദിക്കിലേക്ക് നോക്കിയ നരവ്യാഘ്രന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാർ ദദൃശതോ മൃഗം, ആ മാനിനെ കാണുകയുണ്ടായി. ശങ്കമാനസ്തുതം ദൃഷ്ട്വാ ലക്ഷ്മണോ വാക്യമബ്രവീൽ. അതിനെ കണ്ട് സംശയിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞു: തമേവൈ നമഹം മന്യേ മാരീചം രാക്ഷസം മൃഗം. ആ മാരീചൻ എന്ന് പറഞ്ഞ രാക്ഷസൻ തന്നെയാണ് ഈ മാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ചരന്തോ മൃഗയാം ഹൃഷ്ട പാപേനോപാധിനാവനേ അനേന ദിഗത രാമ രാജാന കാമരൂപിണ. അല്ലയോ രാമ, കാമരൂപിയായിരിക്കുന്ന ആ പാപി കപടപ്രയോഗത്താൽ കാട്ടിൽ സന്തോഷത്തോടെ വേട്ടയാടുന്ന അനേകം മന്നവന്മാരെ കൊന്നിട്ടുണ്ട്. അല്ലയോ പുരുഷശ്രേഷ്ഠ, ഈ മായാമൃഗരൂപം ആ മായാവിയുടെ മായ തന്നെയാണ്. സർവലോകനാഥനായിരിക്കുന്ന രാഘവ, ലോകത്തിൽ ഇങ്ങനെ രത്നമയമായ ഒരു മാൻ ഉണ്ടാവുകയില്ല, ഇത് മായയാണ് എന്ന് നിശ്ചയമാണ്. ഏവം ബ്രുവാണം കാകുൽസ്ഥം പ്രതിവാര്യ ശുചിസ്മിത. ഇങ്ങനെ പറയുന്ന കാകുൽസ്ഥനെ തടഞ്ഞ് മായയാൽ മയങ്ങിപ്പോയ സീത ഉവാച സീത സംഹൃഷ്ട ചത്മനാകൃത ചേതന. സന്തോഷത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഹരിപുത്ര, മനോഹരമായിരിക്കുന്ന ഈ മാനിൻ്റെ മനം കവരുകയാണ്. ഇതിനെ നമുക്ക് ക്രീഡയ്ക്കായിട്ട് കൊണ്ടുവന്നാലും. നമ്മുടെ ഈ ആശ്രമ സമീപത്തിൽ സുന്ദരങ്ങളായിരിക്കുന്ന അനേകം മാനുകളും ചമരികളും ശ്രുമരങ്ങളും കൂട്ടം ചേർന്ന് മേയാരൊക്കെ ഉണ്ട്. അല്ലയോ മഹാബാഹോ, സ്വരൂപങ്ങളും മനോജ്ഞങ്ങളുമായിരിക്കുന്ന പുള്ളിമാനുകളും കരടികളും വാനരങ്ങളും കിന്നരന്മാരും ഇവിടെ മേയാറുണ്ട്. പക്ഷേ ഈ ഉത്തമ മൃഗത്തെ പോലെയുള്ള ഒന്നിനെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. എന്തൊരു തേജസ്സാണ്, എന്തൊരു സൗമ്യതയാണ് ഇതിന്. രത്നപ്പുള്ളികൾ നിറഞ്ഞ മേനിയിൽ നാനാനിറങ്ങൾ ചേർന്ന് ഭംഗിയാർന്ന ഈ മാന് ചന്ദ്രനെ പോലെ ശോഭദേശസന്നിഭ, ചന്ദ്രനെ പോലെ വനമാകെ ശോഭിച്ചിതാ വിളങ്ങുന്നു. അഹോരൂപം അഹോ ലക്ഷ്മി. ഇതിൻ്റെ ആകൃതിയും ആശ്ചര്യകരമാണ്, ശോഭയും ആശ്ചര്യകരമാണ്, സ്വരവും ശബ്ദവും ആകർഷകമാണ്. വിചിത്രാംഗമായിരിക്കുന്ന അത്ഭുതവുമായിരിക്കുന്ന ഈ മാനിൻ്റെ മനം കവരുന്നു. ഈ മാനിനെ അങ്ങ് ജീവനോടെ പിടിക്കുകയാണെങ്കിൽ വലിയൊരു ആശ്ചര്യമായിരിക്കും. അത് നമുക്കെന്നും വിസ്മയത്തെ തരും. സമാപ്തവനവാസാനാം രാജസ്ഥാനാം ച ന പുന അന്തഃപുരേ വിഭൂഷാർത്ഥോ മൃഗ ഏഷ ഭവിഷ്യതി. പിന്നീട് വനവാസം കഴിഞ്ഞ് നാം നാട്ടിൽ ചെന്ന് പാർക്കുമ്പോൾ നമുക്ക് അരമനയിൽ നല്ലൊരു അലങ്കാരമായിരിക്കും ഈ മാൻ. ഭരതനും അങ്ങേക്കും ശുശ്രൂക്കൾക്കും എനിക്കും ഈ മൃഗത്തിൻ്റെ രൂപം ആശ്ചര്യം അരുളും. ഈ നല്ല മാനിനെ ജീവനോട് അങ്ങേക്ക് പിടികിട്ടിയില്ലെങ്കിലോ അതിൻ്റെ തോല് മാത്രമായാലും അത് ആകർഷകമായിരിക്കും. ഈ മൃഗത്തിൻ്റെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ മൃഗത്തിൻ്റെ പൊന്മയമായിരിക്കുന്ന തോല് പുല്ലാകുന്ന ഇരിപ്പിടത്തിൽ വിരിച്ച് അതിലിരിക്കാനായിട്ട് ഞാൻ കൊതിക്കുന്നു. ഇതുപോലെ കടുത്ത തന്നിഷ്ടം സ്ത്രീകൾക്ക് ചേർന്നതല്ല എന്ന്
എനിക്ക് അറിയാം. എന്നാൽ ഈ മൃഗത്തിൻ്റെ മേനി കണ്ടിട്ട് വിസ്മയോജനിതോമമ, ഞാൻ ആശ്ചര്യപ്പെട്ട് പോവുകയാണ്. തങ്കരോമങ്ങളും രക്തം പോലെയുള്ള കൊമ്പുകളും നക്ഷത്രപഥ കാന്തിയുമൊക്കെ പൂണ്ട ആ വിശിഷ്ട മൃഗത്തെ കണ്ട് ഒപ്പം സീത പറഞ്ഞത് കേട്ട് രാമൻ്റെ മനസ്സിലും അത്ഭുതമൊക്കെ തോന്നുകയുണ്ടായി. ആ രൂപത്തിലുള്ള ഭ്രമത്താലും സീതയുടെ പ്രേരണ മൂലവും സന്തുഷ്ടനായിരിക്കുന്ന രാമൻ സഹോദരനായിരിക്കുന്ന ലക്ഷ്മണനോട് പറയുകയുണ്ടായി, പശ്യ ലക്ഷ്മണ വൈദേഹിയ സ്പൃഹാം മൃഗഗതാമിമാം. അല്ലയോ ലക്ഷ്മണ, നോക്കൂ, ഈ മാനിനെക്കുറിച്ച് സീതയ്ക്കുള്ള ആഗ്രഹം. ഇത്ര മേനിയഴകുള്ള മറ്റൊരു മാനും ഇന്ന് ഉണ്ടാവുകയില്ല. സൗമിത്രി, ലക്ഷ്മണ, ഇങ്ങനെയൊരു മാന നന്ദനോദ്യാനത്തിൽ ഇല്ല, ചൈത്രരഥത്തിലും ഇല്ല. പിന്നെ ഈ മണ്ണിൽ എങ്ങനെ കാണാനാണ്? ഈ മാനിൻ്റെ മേനിയിൽ നേരെയായും ഇലങ്ങായിട്ടും പൊൻപുള്ളികൾ കൊണ്ട് ശോഭിക്കുന്ന രോമരാജികൾ വിളങ്ങുന്നു. ഇത് കോട്ടുവായിടുമ്പോൾ വായിൽ നിന്ന് നീളുന്ന നാവ് മേഘത്തിലെ മിന്നലിനെ പോലെ പ്രകാശിക്കുന്നു. നീ കാണുന്നില്ലേ? മനോഹരമായിരിക്കുന്ന ഈ മൃഗം ആരുടെ മനസ്സിനെയാണ് ആകർഷിക്കാത്തത്? ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ, നാനാരത്നമയവും പൊന്നളി കലർന്നതുമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ ആരുടെ ഹൃദയമാണ് അത്ഭുതം കൊള്ളാത്തത്? അല്ലയോ ലക്ഷ്മണ, രാജാക്കന്മാർ പെരുങ്കാട്ടിൽ വെച്ച് വേട്ടയാടുമ്പോൾ മാംസത്തിനായിട്ടും വിനോദത്തിനായിട്ടും മൃഗങ്ങളെ വില്ലുകൊണ്ട് വധിക്കാറ് ഉണ്ട്. പെരുങ്കാട്ടിൽ പരിശ്രമം ചെയ്ത് പണം സമ്പാദിക്കാറുണ്ട്. സ്വർണവും രത്നങ്ങളുമുള്ള വിവിധ ധാതുക്കളുമൊക്കെ നേടാറുണ്ട്. സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ആ ധനമെല്ലാം മനുഷ്യർക്ക് വിശിഷ്ടമാണ്. അല്ലയോ ലക്ഷ്മണ, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് സർവവും ശുക്രൻ്റേതാണ് എന്ന് ശ്രുതിയുണ്ടല്ലോ. ഏത് അർത്ഥം നേടാൻ വേണ്ടിയിട്ടാണോ നിർവിസംഗം തുനിഞ്ഞിറങ്ങുന്നത്, അത് തന്നെയാണ് അർത്ഥമെന്ന് അർത്ഥശാസ്ത്രജ്ഞന്മാരും അർത്ഥികളും പറയുന്നു. ഈ മൃഗരത്നത്തിൻ്റെ ഉത്തമമായിരിക്കുന്ന പൊൻതോലിൽ സുന്ദരിയായ വൈദേഹി എന്നോടൊത്ത് ഇരിക്കണം. കാതളിക്കോ ന കാതളി ന പ്രിയകി ന പ്രവേണി ന ചാവികി പവദേതസ്യ സദൃശി സ്പർശേനേ നേതി മേ മതി. ധാരാളം രോമമുള്ള ഒരു തരം മാന്, അതാണ് കാതളി എന്നുള്ളത്. മാർദ്ദവവും നീളവും മിനുസവും തടിച്ചതുമായിരിക്കുന്ന രോമം ധാരാളമായിട്ടുള്ള ഒരു തരം മാനാണ് പ്രിയകി. ഒരു തരം ആടാണ് പ്രവേണി. അവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെമ്മരിയാടിനെയാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ട് നോക്കിയാൽ ഇതിനോടൊപ്പം മാർദ്ദവം ഈ പറഞ്ഞതിനൊക്കെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ മൃഗവും ശ്രീമത്തായിരിക്കുന്ന മൃഗവും വാനിൽ സഞ്ചരിക്കുന്ന ദിവ്യമായിരിക്കുന്ന മൃഗവും, അതായത് മകയിരം നക്ഷത്രത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് താരാമൃഗമാണ്. താരാമൃഗമെന്ന് പറയാറുള്ളത് മകയിരം നക്ഷത്രത്തെയാണ് എന്നാണ്. മറ്റൊന്ന് മഹീമൃഗം. അപ്പോൾ രാക്ഷസന്റെ മായയാണ് ഇത് എന്നാണല്ലോ നീ പറയുന്നത് ലക്ഷ്മണൻ. അങ്ങനെയാണെങ്കിൽ ഞാനിവനെ കൊല്ലുക തന്നെ വേണം. ഈ മാരീചൻ കാട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് മുമ്പും മുനീന്ദ്രന്മാരെ കൊന്നിട്ടുണ്ട്. അനേകം നൃപന്മാരെ ഇവൻ നായാട്ടിനിടയിൽ പെട്ടെന്ന് മുന്നിൽ ചെന്ന് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൃഗത്തെ കൊല്ലേണ്ടതാണ്. ഇവിടെ പണ്ട് വാതാപി തപസ്സുകളെ ചെന്നേറ്റ് വയറ്റിൽ പ്രവേശിച്ച് സ്വഗർഭം ഞണ്ടിനെ എന്നതുപോലെ കൊന്നിരുന്നു. ഒരിക്കൽ അവൻ അതിതേജസ്വിയായിരിക്കുന്ന അഗസ്ത്യ മുനീന്ദ്രനെ ദുരയോട് കൂടിയിട്ട് സമീപിച്ച് അദ്ദേഹത്തിന് ആഹാരമായിട്ട് മാറുകയുണ്ടായി. ശ്രാദ്ധം കഴിഞ്ഞപ്പോൾ സ്വന്തം രൂപമെടുക്കാൻ മുതിരുന്ന വാതാപിയോട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാതാപേ, നീ കൂസലില്ലാതെ ജീവലോകത്തിലെ സദ്വിജന്മാരെയൊക്കെ നിന്റെ കരുത്തുകൊണ്ട് വലച്ചു. അതുമൂലം നീ ദഹിച്ചു പോയി. ലക്ഷ്മണ, എന്നെപ്പോലെ നിത്യധർമ്മിഷ്ഠനെ എതിർത്ത് കഴിഞ്ഞാൽ ഈ രാക്ഷസനും വാതാപിയെപ്പോലെ ആവില്ലേ. അഗസ്ത്യനാല് വാതാപി എന്നതുപോലെ ഞാനാൽ ഇവൻ
കൊല്ലപ്പെടും. ഇഹ ത്വം ഭവസന്നദ്ധോ, നീ ഇവിടെ സന്നദ്ധനായിട്ട് നിൽക്കുക. യന്ത്രതോ രക്ഷ മൈഥിലീം, സീതയെ കാത്തു രക്ഷിക്കണം. നമ്മുടെ കാര്യമെല്ലാം ഇവരുടെ പക്കലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ മാനിനെ കൊല്ലും, അല്ലെങ്കിൽ പിടിക്കും. സൗമിത്രേ, ഞാൻ മാനിനെ കൊണ്ടുവരാനായിട്ട് വേഗം പോകട്ടെ. സീതയ്ക്ക് മാൻതോല് കിട്ടാനുള്ള ആശയൊന്ന് നീ നോക്കുക. തോലിൻ്റെ മേന്മയാൽ ഈ മാൻ ഇപ്പോൾ തന്നെ ഇല്ലാതെയാകും. നീ വളരെ സൂക്ഷിച്ച് സീതയോടൊന്നിച്ച് ആശ്രമത്തിൽ ഇരിക്കണം. ഞാൻ ഒറ്റ അമ്പ് കൊണ്ട് ഈ പുള്ളിമാനെ കൊല്ലുന്നുണ്ട്. അതിനെ കൊന്ന് തോലുമെടുത്ത് ഞാൻ വേഗം ഇവിടെ തിരികെ എത്താം. മഹാസമർത്ഥനും ബലശാലിയും ബുദ്ധിമാനുമായിരിക്കുന്ന ജടായു എന്ന പക്ഷിയോടൊത്ത് ലക്ഷ്മണ, എപ്പോഴും ഏതിലും അവധാനത കൊണ്ട് അപ്രമത്തനായി നീ സീതയെ സംരക്ഷിച്ചുകൊണ്ട് ഇരുന്നാലും. അപ്പോൾ ഇങ്ങനെ മാനിൻ്റെ മായയിൽ, അല്ലെങ്കിൽ മാരീചൻ്റെ മായയിൽ ഭ്രമിച്ച് സീത രാമനോട് ആ മാനിനെ പിടിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. രാമൻ അതിന് സന്നദ്ധനാകുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തിൽ പ്രതിപാദിച്ചത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.